ഹലോ ഫ്രണ്ട്സ്, സസ്റ്റൈനബിൾ എനർജി പ്രോസസ്സിലെ സെക്കൻഡ് മൊഡ്യൂളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് ജനറൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എനർജി ആയിരുന്നു. അതായത് അതിനകത്ത് എന്താണ് കൺവെൻഷണൽ എനർജി, എന്താണ് നോൺ കൺവെൻഷണൽ എനർജി, ഇന്ത്യൻ ആൻഡ് ഗ്ലോബൽ എനർജി കൺസംഷൻ, ഇന്ത്യൻ ആൻഡ് ഗ്ലോബൽ എനർജി റിസോഴ്സസ്, അത്തരം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ ഓൺവേർഡ്സ് ഓരോ സ്പെസിഫിക് ടൈപ്പ് ഓഫ് എനർജീസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മീൻസ് സെക്കൻഡ് മൊഡ്യൂളിനകത്ത് സോളാർ എനർജി, തേർഡ് മൊഡ്യൂൾ വിൻഡ് എനർജി, ഫോർത്ത് മൊഡ്യൂൾ ബയോമാസ് എനർജി, പിന്നെ ഫിഫ്ത്തിൽ എനർജി ഫ്രം ഓഷ്യൻസ്, ദെൻ ഫ്യൂവൽ സെൽസ്. ഇത്രയും ആണ് ഡിസ്കസ് ചെയ്യുന്നത്, ഓരോ മൊഡ്യൂളിനകത്ത് സ്പെസിഫൈ ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഹിയർ സെക്കൻഡ് മൊഡ്യൂളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് സോളാർ എനർജി ആണ്. ആൻഡ് ഹിയർ നമുക്ക് നോക്കാം സോളാർ എനർജി യൂട്ടിലൈസേഷൻ. രണ്ട് രീതിയിലുള്ള യൂട്ടിലൈസേഷൻ പറയുന്നുണ്ട്. ഫസ്റ്റ് ഡയറക്റ്റ് മെത്തേഡും സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് മെത്തേഡും. അതായത് ഡയറക്റ്റ് ആയിട്ട് സോളാർ എനർജി യൂസ് ചെയ്യുന്നു, ഇൻഡയറക്റ്റ് ആയിട്ട് പല ഭാഗത്തും എനർജിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. ഡയറക്റ്റ് മെത്തേഡിൽ നമുക്കറിയാം തെർമൽ യൂട്ടിലൈസേഷനുണ്ട്, അതുപോലെ തന്നെ ഫോട്ടോ വോൾട്ടായിക് യൂട്ടിലൈസേഷനുണ്ട്. തെർമൽ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട്, ഡ്രൈയിങ്ങിന് വേണ്ടിയിട്ട്, പവർ ജനറേഷന് വേണ്ടിയിട്ടൊക്കെ ഡയറക്റ്റായിട്ട് നമ്മൾ സോളാർ എനർജി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതിനകത്താണ് തെർമൽ എനർജി വരുന്നത്. ഫോട്ടോ വോൾട്ടായിക് കൺവേർഷൻ നമുക്കറിയാം, സോളാർ പാനൽസ് വെച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോളാർ എനർജിയെ കൺവേർട്ട് ചെയ്യുന്നത് ഫോട്ടോ വോൾട്ടായിക് സെൽ യൂസ് ചെയ്തിട്ടാണ്. സോ അങ്ങനെയാണ് രണ്ട് രീതിയിൽ ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ സോളാർ എനർജി യൂസ് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് മെത്തേഡിനകത്ത് ഇപ്പോൾ നമ്മൾ ഇനി വരുന്ന മൊഡ്യൂളിനകത്ത് പഠിക്കാനുള്ളതെല്ലാം, ദറ്റ് ഈസ് ബയോമാസ് ആവട്ടെ, വിൻഡ് എനർജി ആവട്ടെ, വേവ് എനർജി, ഒ ടി സി എന്ന് പറയുകയാണെങ്കിൽ ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷനാണ്. ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷനാണ് OTEC എന്ന് പറയുന്നത്, ഫ്രം ഓഷ്യൻസ്. ദെൻ വാട്ടർ പവർ. ഇതിന് വേണ്ടിയിട്ടൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടും നമ്മൾ സോളാർ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് കോമ്പണൻസ് ഓഫ് സോളാർ റേഡിയേഷൻ. ഏതൊക്കെയാണ് സോളാർ റേഡിയേഷൻ്റെ കോമ്പണൻസ്? ഇപ്പോൾ 100% ഉള്ളതിൽ 43% വിസിബിൾ ലൈറ്റ് തന്നെയാണ് സോളാർ റേഡിയേഷനകത്ത് വരുന്നത്. ആൻഡ് 53%ഓളം ഇൻഫ്രാറെഡ് റേഡിയേഷനും 4%ഓളം അൾട്രാ വയലറ്റ് റേഡിയേഷനുമാണ് ഉണ്ടാകുന്നത്. സോളാർ പാനല് ഫുള്ളായിട്ടും വിസിബിൾ ലൈറ്റിനെയും പാർട്ടായിട്ട് ഹാഫ് ഓഫ് ദ ഇൻഫ്രാറെഡ് എനർജിയാണ് കൺവേർട്ട് ചെയ്യുന്നത്. Solar panels mostly convert visible light into electrical energy, and they can also make use of almost half the infrared energy. Infrared energyയുടെ പകുതിയും അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഫുൾ ഓഫ് വിസിബിൾ ലൈറ്റിനെയും ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ അൾട്രാ വയലറ്റ് റേഡിയേഷനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദിസ് ടു ടൈപ്സ് ഓഫ് റേഡിയേഷൻസ്, ദറ്റ് ഈസ് ഡയറക്റ്റ് റേഡിയേഷൻ ആൻഡ് indirect radiation, that is beam radiation and diffuse radiation. ഫസ്റ്റ് വൺ ഡയറക്റ്റ് റേഡിയേഷൻ എന്ന് പറയുകയാണെങ്കിൽ സണ്ണിൽ നിന്ന് വരുന്ന സോളാർ റേഡിയേഷൻ എർത്തിൻ്റെ സർഫസിലൂടെ നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ തട്ടുന്നത് പാരലൽ റേസ് ആയിട്ട് ആയിരിക്കും. അതിന് ഒരു രീതിയിലുള്ള ഡീവിയേഷൻസും ഉണ്ടാവില്ല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ടെറസ്ട്രിയൽ solar radiation reaching the earth's surface without a change in the direction as originated from sun. എങ്ങനെയാണോ സണ്ണിന്ന് ഒറിജിനേറ്റ് ചെയ്ത് അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ എത്തുക. ദിസ് റേഡിയേഷൻ ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് പാരലൽ ലൈൻസ് ആൻഡ് as such can be easily reflected or concentrated into a small target area. സോളാർ പാനലാവട്ടെ, ഇനിയിപ്പോൾ എന്തെങ്കിലും സോളാർ വാട്ടർ കുക്കിംഗ് ആവട്ടെ, എന്ത് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ചെറിയൊരു ഏരിയയിലേക്ക് ഈ സണ്ണിൽ നിന്ന് വരുന്ന റേസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. സോ ഡയറക്റ്റ് റേഡിയേഷൻ ആണെങ്കിൽ അതിനെ ഈസി ആയിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അത് സണ്ണിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അതേ സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ് നമ്മൾ എർത്തിൻ്റെ സർഫസിലേക്കും തട്ടുന്നത്. ഡിഫ്യൂസ് റേഡിയേഷൻ പറയുമ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ ക്ലിയർ ആവും. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ടെറസ്ട്രിയൽ സോളാർ റേഡിയേഷൻ റീച്ചിങ് ദ എർത്ത് സർഫസ് ഇൻ ഓൾ പോസിബിൾ ഡയറക്ഷൻ due to scattering by gases and dust in the earth's atmosphere. എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലെ ഗ്യാസസിലും അതുപോലെ തന്നെ ഡസ്റ്റിലൊക്കെ തട്ടിയിട്ട് ചില പാർട്ട് ഓഫ് സോളാർ റേഡിയേഷൻ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് പോകും. അത് ഡയറക്റ്റായിട്ട്
നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രെയിറ്റ് ലൈനായിട്ട് എർത്തിൻ്റെ സർഫസിലേക്ക് വരില്ല ചെയ്യുക, പല ഭാഗത്തിലൂടെ, അതായത് ഏത് പോസിബിൾ ഡയറക്ഷനിലൂടെയും അത് എർത്തിൻ്റെ സർഫസിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഇതിനെ ഈസിലി റിഫ്ലക്റ്റ് ചെയ്യാനോ അതുപോലെ തന്നെ ഒരു ചെറിയ ടാർഗറ്റ് ഏരിയയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനോ ബുദ്ധിമുട്ട് ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് ഈസ് പാസീവ് ആൻഡ് സോളാർ ആക്റ്റീവ് സിസ്റ്റം. ഇവിടെ ഒരു ആക്റ്റീവ് സോളാർ സിസ്റ്റത്തിൻ്റെയും അതുപോലെ തന്നെ പാസീവ് സോളാർ സിസ്റ്റത്തിൻ്റെയും ഫിഗർ കാണിച്ചിട്ടുണ്ട്. ആക്റ്റീവ് സോളാർ സിസ്റ്റത്തിൻ്റെ ഫിഗറിലേക്ക് നോക്കുക. അവിടെ ഒരു കലക്ടർ ഉണ്ട്, ആ കലക്ടറും അതുപോലെ തന്നെ താഴെ ഒരു പമ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് മീഡിയവും ഉണ്ട്. പാസീവ് സോളാർ തെർമൽ സിസ്റ്റത്തിനകത്ത് അങ്ങനൊരു പമ്പ് കാണാൻ പറ്റില്ല, സ്റ്റോറേജ് മീഡിയവും അതുപോലെ തന്നെ കലക്ടറും മാത്രമേ ഉള്ളൂ. ആക്റ്റീവ് സോളാർ സിസ്റ്റത്തിൽ കലക്ടറും സ്റ്റോറേജ് മീഡിയവും ഏകദേശം സെയിം ലെവലിലാണ് ഉണ്ടാവുക. ബട്ട് ഇൻ പാസീവ് സോളാർ സിസ്റ്റത്തിൽ സ്റ്റോറേജ് മീഡിയം കുറച്ച് ഹയർ ലെവലിലാണ് ഉണ്ടാവുക. അതിന് നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. Active solar system setups rely on external energy sources or backup systems such as pumps, valves, controllers to capture and circulate water or other transfer fluids through the collectors and then convert solar energy into electricity. സോളാർ എനർജി ഇലക്ട്രിസിറ്റി ആക്കുന്ന അല്ലെങ്കിൽ സോളാർ എനർജിയെ വേറെ ഏതെങ്കിലും യൂസിലേക്ക്, ഇപ്പോൾ സോളാർ കുക്കറിലേക്കോ അല്ലെങ്കിൽ വാട്ടർ ഹീറ്ററിലേക്കോ മാറ്റുന്ന സിസ്റ്റംസാണ് ആക്റ്റീവ് ആൻഡ് സോളാർ സിസ്റ്റംസ്. ഇതിനകത്ത് ആക്റ്റീവ് സോളാർ സിസ്റ്റത്തിന് ഒരു ബാക്കപ്പ് സിസ്റ്റം എപ്പോഴും ഉണ്ടാവും, ഒരു എക്സ്റ്റേണൽ എനർജി സോഴ്സ് എപ്പോഴും ഉണ്ടാവും. സച്ച് പമ്പ്സ്, നമ്മൾ നേരത്തെ കാണിച്ചപ്പോഴേ പറഞ്ഞ പോലെ ഇതിനകത്തൊരു പമ്പ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. ഇപ്പോൾ പമ്പ്, വാൾവ്, കൺട്രോൾ സിസ്റ്റംസൊക്കെ ആക്റ്റീവ് സോളാർ സിസ്റ്റത്തിൽ ഉണ്ടാവും. ഇൻ ഓർഡർ ടു സർക്കുലേറ്റ് വാട്ടർ ഓർ അതർ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ്. ഇതിനകത്ത് ഒന്നെങ്കിൽ വാട്ടർ ആവും അല്ലെങ്കിൽ അതർ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ് ആവാം. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഒരു കോൾഡ് വാട്ടർ ഇന്നും കാണാം, അതുപോലെ തന്നെ ഒരു ഹോട്ട് വാട്ടർ ഔട്ടും കാണാം അല്ലേ. കോൾഡ് വാട്ടർ ഇൻ ചെയ്ത് പമ്പിലൂടെ സർക്കുലേറ്റ് ചെയ്ത് കലക്ടറിലൂടെ പോയി ഹോട്ട് വാട്ടർ ഔട്ടായി മാറുകയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു പമ്പിൻ്റെ ആവശ്യം വരും ആക്റ്റീവ് സോളാർ സിസ്റ്റത്തിനകത്ത്. The components in active solar systems such as fans, pumps, photovoltaic panels need some electrical input or conversion for the സിസ്റ്റം ടു ഫങ്ഷൻ. ഒരു ഇലക്ട്രിക്കൽ ഇൻപുട്ട്, ഈ പമ്പൊക്കെ വർക്ക് ചെയ്യാനുള്ള ഇലക്ട്രിക്കൽ ഇൻപുട്ട് ആവശ്യമാണ്. ആക്റ്റീവ് സിസ്റ്റംസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്, പക്ഷേ കുറച്ചും കൂടെ എഫിഷ്യൻറ്റും ആണ്. ബട്ട് ഇൻ പാസീവ് സോളാർ സിസ്റ്റംസ് യൂസിങ് ഓഫ് സൺലൈറ്റ് ഫോർ യൂസ്ഫുൾ എനർജി വിത്തൗട്ട് യൂസ് ഓഫ് ആക്റ്റീവ് മെക്കാനിക്കൽ സിസ്റ്റംസ് സച്ച് എസ് പമ്പ്സ് ടു സർക്കുലേറ്റ് വാട്ടർ ഓർ ഫ്ലൂയിഡ് ബിറ്റ്വീൻ ദ കലക്ടർ ആൻഡ് സ്റ്റോറേജ് മീഡിയം. കലക്ടറും സ്റ്റോറേജ് മീഡിയവും തമ്മിൽ വാട്ടറിനെ സർക്കുലേറ്റ് ചെയ്യാൻ ഒരു പമ്പ് പാസീവ് സോളാർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നില്ല. ഇൻ പാസീവ് തെർമോസൈഫൺ സിസ്റ്റംസ് ദ സ്റ്റോറേജ് മീഡിയം ഈസ് മൗണ്ടഡ് എബവ് ദ കലക്ടർ. നേരത്തെ കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്റ്റോറേജ് മീഡിയം കലക്ടറിന് മുകളിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ദിസ് സെറ്റപ്പ് മേക്സ് പോസിബിൾ ടു യൂസ് ഗ്രാവിറ്റി ഫോർ സർക്കുലേഷൻ. ഗ്രാവിറ്റി വഴിയും സൈഫോണിക് ആക്ഷൻ വഴിയാണ് പാസീവ് സോളാർ സിസ്റ്റത്തിൽ വാട്ടർ സർക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് കുറച്ച് ലെസ് എഫിഷ്യൻറ്റും ആണ്. നെക്സ്റ്റ് ഈസ് സോളാർ കളക്ടേഴ്സ്. സോളാർ കളക്ടേഴ്സ് ടു ടൈപ്സ് ഓഫ് കളക്ടേഴ്സ് ഉണ്ട്, കോൺസെൻട്രേറ്റിംഗ് കളക്ടേഴ്സ് ആൻഡ് നോൺ കോൺസെൻട്രേറ്റിംഗ് കളക്ടേഴ്സ്. Sugar solar collectors gather the sun's energy, transforms its radiation into heat, then transfers that heat into a fluid. ഈ സോളാർ കളക്ടറാണ് സണ്ണിൻ്റെ എനർജിയെ കളക്ട് ചെയ്യുന്നത്. ആസ് എ നെയിം ഇൻഡിക്കേറ്റ്സ്, ഇത് സണ്ണിൻ്റെ റേഡിയേഷനെ കളക്ട് ചെയ്യും ആൻഡ് അത് ഹീറ്റിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും. ദെൻ ആ ഹീറ്റിനെ ഒരു ഫ്ലൂയിഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും കൂടെ ചെയ്യും. This heat is extracted by flowing fluid in the tube of the collector for further utilization in different application. അത് എങ്ങനെയാണ് ഫ്ലോയിങ് ഫ്ലൂയിഡ് ഹീറ്റിനെ എക്സ്ട്രാക്ട് ചെയ്ത് വാട്ടർ ചൂടാക്കുക എന്നുള്ളത് നമുക്ക് വരുന്ന ടോപ്പിക്കിൽ പഠിക്കാനുണ്ട്. ഇപ്പോൾ സോളാർ കളക്ടേഴ്സ് റേഡിയേഷൻ എക്സ്ട്രാക്ട് ചെയ്യും, അതിൽ ഹീറ്റ് മാത്രം എടുത്തിട്ട് ആ ഹീറ്റ് ഒരു ഫ്ലൂയിഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ട് തരത്തിലുള്ള സോളാർ കളക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് നോൺ കോൺസെൻട്രേറ്റിംഗ് കളക്ടേഴ്സ് ആൻഡ് ദെൻ ഈസ് കോൺസെൻട്രേറ്റിംഗ് കളക്ടേഴ്സ്. ഇതിൽ കോൺസെൻട്രേറ്റിംഗ് കളക്ടേഴ്സ് എന്ന് പറയുന്നത് ദ മെയിൻ റീസൺ ഫോർ യൂസിങ് കോൺസെൻട്രേറ്റിംഗ് കളക്ടേഴ്സ് ഈസ് ദാറ്റ് the thermal energy is obtained at higher temperature
അല്ലേ? തെർമൽ എനർജി എന്ന് പറഞ്ഞാൽ ഹയർ ടെമ്പറേച്ചറാണ് കിട്ടുക. ദിസ് ഈസ് ഡൺ ബൈ ഡിക്രീസ്, നമുക്ക് ആവശ്യം ഒരു ഹയർ ടെമ്പറേച്ചറാണ്. ദിസ് ഈസ് ഡൺ ബൈ ഡിക്രീസിങ് ദ ഏരിയ ഫ്രം വിച്ച് ഹീറ്റ് ലോസസ് ഒക്കർ, കോൾഡ് as റിസീവർ ഏരിയ വിത്ത് റെസ്പെക്ട് ടു ദ അപ്പർച്ചർ ഏരിയ. ഇപ്പോൾ ഇവിടെ ഫിഗറിനകത്ത് തന്നെ കാണിച്ചിട്ടുണ്ട് രണ്ട് തരത്തിലുള്ള ഏരിയാസ് ഉണ്ട്. ഒന്ന് അപ്പർച്ചർ ഏരിയ ആൻഡ് ഫസ്റ്റ് വൺ ഈസ് സെക്കൻഡ് വൺ ഈസ് റിസീവർ ഏരിയ. ഇതിൽ കമ്പാരിറ്റീവ്ലി അപ്പർച്ചർ ഏരിയയ്ക്ക് ഏരിയ കുറച്ച് കൂടുതലാണ് വെൻ കമ്പയർഡ് ടു റിസീവർ ഏരിയ. The ratio of the aperture to receiver area is called the concentration ratio. Aperture area to receiver area ne നമ്മൾ പറയുന്നതാണ് കോൺസെൻട്രേഷൻ റേഷ്യോ. കോൺസെൻട്രേറ്റിംഗ് ടൈപ്പ് ഓഫ് കളക്ടേഴ്സിലാണ് ഇങ്ങനെ കോൺസെൻട്രേറ്റിംഗ് റേഷ്യോസ് ഉണ്ടാവുക. നോൺ കോൺസെൻട്രേറ്റിംഗ് ടൈപ്പ് ഓഫ് കളക്ടേഴ്സിനകത്ത് കോൺസെൻട്രേഷൻ റേഷ്യോ 1 ആയിരിക്കും. ദാറ്റ് മീൻസ് അപ്പർച്ചറും റിസീവറിനും സെയിം സൈസ് തന്നെ ആയിരിക്കും. In non-concentrating collectors, the aperture area to intercept the solar radiation is equal to the absorber plate. Absorber plate inde area ku equal ആയിരിക്കും. Thus the concentration ratio will be 1. രണ്ട് ടൈപ്പ് കളക്ടേഴ്സ് ആണ് നോൺ കോൺസെൻട്രേറ്റിംഗ് ടൈപ്പിനകത്ത് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടേഴ്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇവാക്യുവേറ്റഡ് ട്യൂബ് കളക്ടേഴ്സും. ഇവാക്യുവേറ്റഡ് ട്യൂബ് കളക്ടേഴ്സും ഉണ്ട്, ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടേഴ്സും ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ. ഇതാണ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറിൻ്റെ ഫിഗർ വരുന്നത്. ഇതിൽ ഓരോ പാർട്ടും നോക്കുക. ഫസ്റ്റ് ഒരു ട്രാൻസ്പെറൻറ്റ് കവറുണ്ട്, അതിലേക്കാണ് സോളാർ റേഡിയേഷൻ വരുന്നത്, ഡയറക്റ്റ് സോളാർ റേഡിയേഷൻ. അതിൻ്റെ താഴെ ഒരു എയർ സ്പേസ് ഉണ്ട്. പിന്നെ ആ വരുന്ന സോളാർ റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്ന ഒരു അബ്സോർബർ പ്ലേറ്റ്, ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നത് ഒരു അബ്സോർബർ പ്ലേറ്റ് ആണ്. ആൻഡ് അതിൻ്റെ താഴെ ഫ്ലൂയിഡ് പോകുന്ന ഫ്ലൂയിഡ് ട്യൂബുകളുണ്ട്. ആ ഫ്ലൂയിഡ് ട്യൂബിന് ചുറ്റും ഒരു ഇൻസുലേഷനും കൊടുത്തിട്ടുണ്ട്. ദെൻ നോക്കാം ഇതിൽ ഓരോ പാർട്ടുകളും. ഫസ്റ്റ് ട്രാൻസ്പെറൻറ്റ് കവേഴ്സ്. These are one or more sheets of solar radiation transmitting materials and are placed above the absorber plate. Absorber പ്ലേറ്റിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന സോളാർ റേഡിയേഷൻ ട്രാൻസ്മിറ്റിംഗ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കി നിൽക്കുന്ന ഷീറ്റുകളാണ്. They allow the solar energy to reach the absorber plate while reducing convection, conduction and re-radiation heat losses. കൺവെക്ഷനോ ഹീറ്റ് ലോസസോ ഇല്ലാതെ സോളാർ റേഡിയേഷനെ അബ്സോർബർ പ്ലേറ്റിലേക്ക് എത്തിക്കുന്നത് ഈ ട്രാൻസ്പെറൻറ്റ് കവേഴ്സാണ്. സെക്കൻഡ് വൺ ഈസ് അബ്സോർബർ പ്ലേറ്റ്. ഇറ്റ് ഇൻ്റർസെപ്റ്റ്സ് ആൻഡ് അബ്സോർബ്സ് ദ സോളാർ എനർജി. സോളാർ എനർജി അബ്സോർബ് ചെയ്യുന്നത് അബ്സോർബർ പ്ലേറ്റ് ആണ്. ദ അബ്സോർബർ പ്ലേറ്റ് ഈസ് യൂഷ്വലി മെയ്ഡ് ഓഫ് കോപ്പർ, അലൂമിനിയം, കോപ്പർ കൊണ്ടോ അലൂമിനിയം കൊണ്ടോ ഒക്കെ ആയിരിക്കും ഈ അബ്സോർബർ പ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. The plate absorbs the solar radiation incident on it and transmit the heat to the tubes in contact with it. ഈ അബ്സോർബർ പ്ലേറ്റിൻ്റെ താഴെ ഒരു ഫ്ലൂയിഡ് ട്യൂബ് കണ്ടു. ആ ഫ്ലൂയിഡ് ട്യൂബിനകത്തായിരിക്കും വാട്ടറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്ലൂയിഡ്സോ ഉണ്ടാവാം. അബ്സോർബർ പ്ലേറ്റിൽ നിന്ന് ഈ ഹീറ്റിനെ, നമ്മൾ റേഡിയേഷനിലുള്ള ഹീറ്റിനെ നമ്മൾ ഫ്ലൂയിഡ് ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ആ ട്യൂബ് നോക്കുക. തേർഡ് വൺ ട്യൂബാണ്. ദ അബ്സോർബർ പ്ലേറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു എ സീരീസ് ഓഫ് പാരലൽ ട്യൂബ്സ് ത്രൂ വിച്ച് വാട്ടർ ഓർ അതർ ലിക്വിഡ് പാസസ്. ദ ട്യൂബ് ആർ യൂഷ്വലി മെയ്ഡ് ഓഫ് കോപ്പർ, അലൂമിനിയം ഓർ സ്റ്റീൽ. കോപ്പർ കൊണ്ടോ അലൂമിനിയം കൊണ്ടോ സ്റ്റീൽ കൊണ്ടോ ആയിരിക്കും ഈ പാരലൽ ട്യൂബ്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതിലൂടെയാണ് വാട്ടറോ അല്ലെങ്കിൽ അതർ ലിക്വിഡ്സോ പാസ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഇൻസുലേഷൻ ബെനീത്ത് ദ അബ്സോർബർ പ്ലേറ്റ്. വേറെ ഹീറ്റ് ലോസുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ട്യൂബിന് ചുറ്റും ഒരു ഇൻസുലേഷൻ ഉണ്ടായിരിക്കും. പിന്നെ ടോട്ടൽ ഒരു ബോക്സ് സ്ട്രക്ചറും കൂടെ ഉണ്ടാവും. ഈ സാധനങ്ങളെല്ലാം പൊസിഷനിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബോക്സ് സ്ട്രക്ചറും കൂടി ഉണ്ടാവും. ഇതാണ് FPC അല്ലെങ്കിൽ ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുന്നത്, സിൻസ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടേഴ്സ് അബ്സോർബ് എനർജി കമ്മിങ് ഫ്രം ഓൾ ഡയറക്ഷൻസ് അബോവ് ദ അബ്സോർബർ, tracking is not required and hence it is simple in design and requires less maintenance.
ഇതൊരു നോൺ കോൺസെൻട്രേറ്റിംഗ് ടൈപ്പ് ഓഫ് കളക്ടറാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ഡയറക്ഷനിലേക്ക് ഇതിങ്ങനെ വെച്ച് കോൺസെൻട്രേറ്റ് ചെയ്യിക്കേണ്ട കാര്യം ഇല്ല. ഇതിനകത്ത് സിമ്പിൾ ഡിസൈനാണ്, ലെസ് മെയിൻ്റനൻസ് മതി. ഇറ്റ് യൂട്ടിലൈസസ് ബോത്ത് ദ ബീം ആസ് വെൽ ആസ് ഡിഫ്യൂസ് റേഡിയേഷൻ ഫോർ ഹീറ്റിംഗ്. നമ്മൾ രണ്ട് തരത്തിലുള്ള റേഡിയേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ബീം റേഡിയേഷനും അതുപോലെ തന്നെ ഡിഫ്യൂസ് റേഡിയേഷനും, ഡയറക്റ്റ് റേഡിയേഷനും ഡിഫ്യൂസ് റേഡിയേഷനും പറഞ്ഞു. രണ്ടും ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ പറയുന്നത് ആസ് ലോ ടെമ്പറേച്ചർ അച്ചീവ് ദ ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടേഴ്സ് ആർ നോട്ട് യൂസ്ഡ് ഫോർ പവർ ജനറേഷൻ. കോൺസെൻട്രേറ്റിംഗ് ടൈപ്പ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഹൈ റേഡിയേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടേഴ്സ് പവർ ജനറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറില്ല. പിന്നെ ലാർജ് എനർജി ലോസസും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ലാർജ് ഹീറ്റ് ലോസസ് ബൈ കണ്ടക്ഷൻ ആൻഡ് റേഡിയേഷൻ ബിക്കോസ് ഓഫ് ലാർജർ ഏരിയ. അത് കോൺസെൻട്രേറ്റിംഗ് ടൈപ്പ് അല്ല, ഒരു ലാർജർ ഏരിയ ഇങ്ങനെ പരന്ന് കിടക്കുന്നതുകൊണ്ട് അവിടെ ഹീറ്റ് ലോസസ് വരാനുള്ള ചാൻസും കൂടുതലാണ്. സോ ഇതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻസ് വരുന്നത് സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റംസിൽ, സോളാർ കുക്കേഴ്സിൽ, ഡ്രൈയിങ് ആപ്ലിക്കേഷൻ ആൻഡ് ഫോർ റെസിഡൻസ് ഹീറ്റിംഗ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. സെക്കൻഡ് വൺ, ഇവാക്വേറ്റഡ് ട്യൂബ് കളക്ടേഴ്സ്. നമ്മൾ രണ്ട് തരത്തിലുള്ള കളക്ടേഴ്സാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറും അതുപോലെ തന്നെ ഇവാക്വേറ്റഡ് ട്യൂബ് കളക്ടറും നോൺ കോൺസെൻട്രേറ്റിംഗ് ടൈപ്പിൽ. സെക്കൻഡ് വൺ ഇവാക്വേറ്റഡ് ട്യൂബ് കളക്ടർ എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് ഇവാക്വേറ്റഡ് ട്യൂബ് കളക്ടർ വരിക. ഇതിനകത്ത് നിങ്ങൾക്ക് കോൾഡ് വാട്ടർ ഇൻ ഉണ്ട്. ആ കോൾഡ് വാട്ടർ ഇൻ ഈ പൈപ്പിലൂടെ പോയി തിരിച്ച് പുറത്തേക്ക് പോകുമ്പോഴേക്ക് ഹോട്ട് വാട്ടറായിട്ട് മാറുകയാണ് ചെയ്യുക. ആൻഡ് ഇതിനകത്ത് നോക്കുക, സോളാർ റേഡിയേഷൻ ഇവിടെ വരും. ഒരു ഇവാക്വേറ്റഡ് ട്യൂബിൻ്റെ മുകളിലാണ് സോളാർ റേഡിയേഷൻ വരും. ഇത് വാക്വം ട്യൂബാണ്. അതിൻ്റെ താഴെ ഒരു അലൂമിനിയം ഫിൻ ഉണ്ട്. സോളാർ റേഡിയേഷൻ വഴി അലുമിനിയം ഫിന്ന് ചൂടാവുകയും അലുമിനിയം ഫിന്ന് ചൂടായിട്ട് ആ ഹീറ്റ് നമ്മൾ വാട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഇവാക്വേറ്റഡ് ട്യൂബ് കളക്ടേഴ്സിനകത്ത് ചെയ്യുക. നോക്കുക, ദിസ് ടൈപ്പ് കൺസിസ്റ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ഇവാക്വേറ്റഡ് ഗ്ലാസ് ട്യൂബ്സ് ഇൻസൈഡ് വിച്ച്, എന്താണ് ഇവാക്വേറ്റഡ് ട്യൂബ് നിങ്ങൾക്ക് കാണാം യെല്ലോ കളറിൽ, ഇൻസൈഡ് ഈച്ച് ഓഫ് വിച്ച് ഈസ് എ ഫ്ലാറ്റ് ഓർ കേർവ്ഡ് തെർമൽ കണ്ടക്റ്റിംഗ് പ്ലേറ്റ്. ഫ്ലാറ്റോ അല്ലെങ്കിൽ കർവ്ഡോ തെർമൽ അവിടെ അലൂമിനിയം ഫിന്നായിട്ട് കാണാം. അതിനകത്താണ് തെർമൽ കണ്ടക്റ്റിംഗ് നടക്കുന്നത്. അറ്റാച്ച് ടു എ മെറ്റൽ ഓർ ഗ്ലാസ് പൈപ്പ്. അതിൻ്റെ താഴെ മെറ്റൽ അല്ലെങ്കിൽ ഗ്ലാസ് പൈപ്പ് ഉണ്ടാവും. The inner surface of the evacuated glass tube has a selective coating that absorbs solar radiation and prevents radiative loss. ഈ കാണിച്ചിരിക്കുന്ന ഇവാക്വേറ്റഡ് ട്യൂബിൻ്റെ ഉള്ളിൽ സോളാർ റേഡിയേഷൻ അബ്സോർബ് ചെയ്യാനും അതുപോലെ തന്നെ റേഡിയേഷൻ ലോസിനും ഒഴിവാക്കാനുള്ള കോട്ടിങ്സ് കൊടുത്തിട്ടുണ്ടാവും. The heat transfer fluid is water and circulates through the pipes. One for inlet fluid and the other for outlet fluid. ഒരു ഇൻലെറ്റ് ഫ്ലൂയിഡിന് വേണ്ടിയിട്ടും ഔട്ട്ലെറ്റ് ഫ്ലൂയിഡിന് വേണ്ടിയിട്ടും ഒരു പൈപ്പ് ഉണ്ട്, സെയിം പൈപ്പ് തന്നെയാണ്. സിൻസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ് ഫ്ലോസ് ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് ഈച്ച് ട്യൂബ്, ഡയറക്റ്റ് ഫ്ലോ ഇവാക്വേറ്റഡ് ട്യൂബ് കളക്ടേഴ്സ് ആർ നോട്ട് ഫ്ലെക്സിബിൾ ആസ് ദ ഹീറ്റ് പൈപ്പ് ടൈപ്സ്. നോക്കുക, സിൻസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞപ്പോൾ ഇതിനകത്ത് സാധാരണ വാട്ടറാണ്, ഫ്ലോസ് ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് ഈച്ച് ട്യൂബ്, ഡയറക്റ്റ് ഫ്ലോ ഇവാക്വേറ്റഡ് ട്യൂബ് കളക്ടേഴ്സ് ആർ നോട്ട്. ഇത് അത്ര നമ്മുടെ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറിൻ്റെ അത്ര ഫ്ലെക്സിബിൾ അല്ല. ജസ്റ്റ് ഇതിനകത്തു കൂടെ പോരുക, വാട്ടർ വരുന്നു, അത് ഹീറ്റാവുന്നു, പുറത്തേക്ക് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കമ്പാരിസൺ നോക്കാം. ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറും അതുപോലെ തന്നെ ഇവാക്വേറ്റഡ് ട്യൂബ് കളക്ടറും, അതായത് FPCയും ETCയും. ഇൻ ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ an absorber plate with a sheet of copper painted or coated black is bounded to pipes of transfer fluid. ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറിനകത്താണെങ്കിൽ നമുക്കൊരു അബ്സോർബർ പ്ലേറ്റ് ഉണ്ടാവും. അബ്സോർബർ ബ്ലാക്ക് കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, കൂടുതൽ അബ്സോർപ്ഷന് വേണ്ടി ബ്ലാക്ക് കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ നിന്നാണ് ഹീറ്റ് അതിന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പൈപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവാക്വേറ്റഡ് ട്യൂബ് കളക്ടർ ഇസ് എ ഗ്ലാസ് ട്യൂബ് വിത്ത് വാക്വം ഇൻസൈഡ്. ഇറ്റ് ഈസ് സറൗണ്ടഡ് വാക്വം ഇൻസൈഡ്. ഇറ്റ് ഈസ് സറൗണ്ടിങ് ആൻ അബ്സോർബർ പ്ലേറ്റ് ഓർ ഏരിയ. അലൂമിനിയം ഫിന്നിൻ്റെ ചുറ്റുമുള്ള ഒരു വാക്വം ഇൻസൈഡുള്ള ഒരു ട്യൂബ് കളക്ടറാണ് ഇവാക്വേറ്റഡ് ട്യൂബ് കളക്ടറിനകത്ത് ഉണ്ടാവുക.
എഫ് പി സി ലോ കോസ്റ്റ് ആണ് കമ്പയർ വിത്ത് ഇ ടി സി. ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ ഈസ് മോർ എഫിഷ്യൻറ്റ് ദാൻ ഇവാക്യുവേറ്റഡ് ട്യൂബ് കളക്ടർ അറ്റ് ആംബിയൻറ്റ് ടെമ്പറേച്ചർ. ഒരുപാട് ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ ആണ് മോർ എഫിഷ്യൻറ്റ്. ബട്ട് ഇ ടി സി ഈസ് മോർ എഫിഷ്യൻറ്റ് ദാൻ എഫ് പി സി അറ്റ് ലോവർ വർക്കിംഗ് ടെമ്പറേച്ചറിലും ഇ ടി സി ആണ് കുറച്ചും കൂടെ എഫക്റ്റീവ്. The design of FPC is easy when compared to ETC. FPC are sensitive to sun angle and orientation. ETC is less sensitive to sun. ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എഫ് പി സി കുറച്ചുകൂടി സെൻസിറ്റീവാണ് സണ്ണിൻ്റെ ആംഗിളിന്. ഇ ടി സി അത്ര അല്ല. എഫ് പി സിക്കാണ് ലോങ്ങർ ലൈഫ് വെൻ കമ്പയർഡ് ടു ഇ ടി സി. അപ്പോൾ ഇത്രയാണ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറിൻ്റെ ഇവാക്യുവേറ്റഡ് ട്യൂബ് കളക്ടറും പറയുന്നത്. ദാറ്റ് ഈസ് നോൺ കോൺസെൻട്രേറ്റിംഗ് ടൈപ്പ് ഓഫ് കളക്ടേഴ്സിൽ പറയുന്നത്. നെക്സ്റ്റ് ഇനി കോൺസെൻട്രേറ്റിംഗ് ടൈപ്പ് ഓഫ് കളക്ടേഴ്സാണ്.